നമസ്കാരം. ഗാനജാലകത്തിലേക്ക് സ്വാഗതം. മലയാള ചലച്ചിത്ര രംഗത്ത് താരാട്ടുപാട്ടിൻ്റെ ഉപജ്ഞാതാവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരാളുണ്ട്. അത് മറ്റാരുമല്ല, അഭയദേവാണ്. വെള്ളിത്തിരയിലെ ആ ആദ്യത്തെ താരാട്ടുപാട്ടാകട്ടെ തികച്ചും അവിചാരിതമായാണ് ചലച്ചിത്രത്തിൽ സ്ഥാനം പിടിച്ചത്. ശിവപ്രസാദ് വേലിക്കുട്ടി, സെബാസ്റ്റ്യൻ കുഞ്ഞുകുഞ്ഞു ഭാഗവതർ, വൈക്കം വാസുദേവൻ നായർ, അഗസ്റ്റിൻ ജോസഫ് എന്നീ പ്രശസ്ത നടന്മാർക്കൊപ്പം നാടകരചനയും ഗാനരചനയും നിർവഹിച്ചുകൊണ്ട് പ്രവർത്തിച്ച അഭയദേവ് അധികം താമസിയാതെ ചലച്ചിത്ര രംഗത്ത് എത്തുകയായിരുന്നു. ഉദയ സ്റ്റുഡിയോ നിർമ്മാണം ആരംഭിക്കുകയും അവരുടെ പ്രഥമ ചിത്രമായ വെള്ളി നക്ഷത്രം പുറത്തു വരികയും ചെയ്തതോടെയാണ് അഭയദേവ് എന്ന ചലച്ചിത്ര ഗാനരചയിതാവ് ഉദയം കൊള്ളുന്നത്. മലയാളത്തിലെ 5ാമത്തെ ചിത്രമാണ് വെള്ളി നക്ഷത്രം. 1949 അത് പുറത്തു വന്നത്. BA ചിദംബരനാഥ്, ചെറായി ദാസ് എന്നിവരാണ് ഉദയ സ്റ്റുഡിയോയിൽ ഈ പാട്ടുകൾ ആലേഖനം ചെയ്തത്. അവിടുത്തെ പരിമിതമായ സൗകര്യത്തിലായിരുന്നു അതിൻ്റെ റെക്കോർഡിംഗ്. അഭയദേവ് എഴുതിയ പാട്ടുകൾ പലതും ഹിന്ദി, തമിഴ്, മുമ്പ് വന്ന ഹിന്ദി തമിഴ് പാട്ടുകളുടെ ഈണങ്ങൾക്കനുസൃതമായി മലയാളം വരികൾ എഴുതിയുണ്ടാക്കുകയായിരുന്നു. അത് നമ്മുടെ ബാലൻ മുതൽ പിന്തുടർന്ന ഒരു പ്രവണതയും അങ്ങനെ തന്നെയായിരുന്നു. ഈ ചിത്രത്തിന് വേണ്ടി അഭയദേവ് എഴുതിയ പോരിനായി ഇറങ്ങുവിൻ മുതാമുത എന്ന പാട്ട് പലർക്കും ഓർമ്മ കാണും. തൃക്കൊടി 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 വാനിലുയരട്ടെ ഈ തൃക്കൊടി എന്ന മറ്റൊരു പാട്ട് ആ ചിത്രത്തിലുണ്ട്. പ്രേമമനോഹരമേ ലോകം പ്രേമമനോഹരമേ എന്ന വേറൊരു പാട്ടും. അന്നൊക്കെ ചലച്ചിത്രങ്ങളിൽ പാട്ടുകളുടെ എണ്ണം വളരെ കൂടുതലാണ് താനും. പക്ഷേ ഈ ചിത്രം എന്തുകൊണ്ടോ പരാജയപ്പെട്ടു. സ്വാഭാവികമായും അതിലെ ഗാനങ്ങളും പരാജയത്തിൻ്റെ രുചിയറിഞ്ഞു. ഗാനങ്ങൾ വിജയിക്കാത്തതിന് കാരണം തമിഴ് റെക്കോർഡിസ്റ്റ് അന്ന് പറഞ്ഞത് മലയാളം തമിഴ് പോലെ വഴങ്ങുന്ന ഭാഷയല്ല എന്നതാണ്. അഭയദേവ് അന്ന് തമിഴ് നന്നായി അറിയാവുന്ന ആളായിട്ട് പോലും മലയാളത്തിൽ പാട്ടെഴുതേണ്ടി വന്നപ്പോൾ പലപ്പോഴും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു. അധികം താമസിയാതെ കുഞ്ചാക്കോയും മറ്റൊരു നിർമ്മാതാവായ KV കോശിയും ചേർന്ന് K&K എന്ന നിർമ്മാണ കമ്പനി ഉണ്ടാക്കി. അതിൻ്റെ ബാനറിൽ എടുത്ത ചിത്രമായിരുന്നു നല്ല തങ്കം. ഗാനരചന അഭയദേവായിരുന്നു, സംഗീതം രാമറാവു, മലയാളിയല്ലാത്ത രാമറാവു. അഗസ്റ്റിൻ ജോസഫും വൈക്കം മണിയും P. ലീലയും ഈ ചിത്രത്തിൽ പാടുന്നുണ്ട്. മദിരാശിയിലെ വാഹിനി സ്റ്റുഡിയോയിലായിരുന്നു അതിൻ്റെ റെക്കോർഡിംഗ്. ഗാനങ്ങൾ ശബ്ദലേഖനം ചെയ്ത് പുരോഗമിക്കുമ്പോൾ സംവിധായകനായ PV കൃഷ്ണയ്യർക്ക് ഒരു ആശയം തോന്നി. വിരുദ്ധത്തിൻ്റെ മട്ടിൽ ഒരു ശ്ലോകം കൂടി ഉൾപ്പെടുത്തിയാലോ എന്ന്. ചർച്ചകൾ നീണ്ടപ്പോൾ കർണാടക സംഗീതത്തിൽ വലിയ പിടിപാടില്ലാതിരുന്ന അതിൻ്റെ സംഗീത സംവിധായകൻ രാമറാവുവിനെ കൊണ്ട് അത് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയ സംവിധായകനും മറ്റും മറ്റൊരാളെ തേടിപ്പിടിക്കാനുള്ള ശ്രമം തുടങ്ങി. അങ്ങനെ ശ്രമം നടക്കുന്നതിനിടയിലാണ് P. ലീല തൻ്റെ ഗുരുവായ ദക്ഷിണാമൂർത്തിയുടെ പേര് നിർദ്ദേശിക്കുന്നത്. പിറ്റേ ദിവസം ദക്ഷിണാമൂർത്തിയെ തേടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അഭയദേവും P. ലീലയും കൂടി പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം ഉച്ചയൂണ് കഴിഞ്ഞ് മയക്കത്തിലായിരുന്നു. അദ്ദേഹത്തെ ഉണർത്താതെ ക്ഷമയോടെ അവർ അവിടെ കാത്തിരുന്നു. പിന്നീട് കാര്യം പറഞ്ഞ് പിറ്റേ ദിവസം സ്റ്റുഡിയോയിലെത്താനുള്ള നിർദ്ദേശം കൊടുത്ത് മടങ്ങുകയായിരുന്നു. പിറ്റേ ദിവസമായപ്പോൾ ദക്ഷിണാമൂർത്തി സ്വാമി ആ സ്റ്റുഡിയോയിലെത്തുകയും തലേ ദിവസം കൊടുത്ത ആ ശ്ലോകം നന്നായി ചിട്ടപ്പെടുത്തി അവരെ കേൾപ്പിക്കുകയും ചെയ്തു. കേട്ട് കഴിഞ്ഞപ്പോൾ സത്യത്തിൽ അവർ അത്ഭുതപ്പെട്ടു പോയി. ഇതാണ് ഞങ്ങൾക്ക് വേണ്ടിയിരുന്നത് എന്ന് പറയുകയും ഈ ശ്ലോകം P. ലീലയെ കൊണ്ട് ഇതുപോലെ ഒന്ന് പാടിച്ചു തന്നാൽ മതി എന്ന് അവർ പറയുകയും ചെയ്തു. അങ്ങനെ P. ലീല പാടി അനശ്വരമാക്കിയ ആ ശ്ലോകം ഇതാണ്: ശംഭോ ഞാൻ കാൺമതെന്താണിതം അടയുകയോ ഓമൽ കവാടങ്ങളയ്യോ എന്നു തുടങ്ങി കഥകിത് ജഗദീശ തുറക്കില്ല എന്നോ എന്നവസാനിക്കുന്ന ശ്ലോകം പൂർവ്വ കല്യാണി രാഗത്തിലാണ് V. ദക്ഷിണാമൂർത്തി ചിട്ടപ്പെടുത്തിയത്.
വളരെ സന്തോഷത്തോടുകൂടി പി ലീല അത് പാടിക്കഴിഞ്ഞപ്പോൾ പിന്നീട് അഭയദേവനെ കാണുമ്പോഴൊക്കെ ദക്ഷിണാമൂർത്തി തൻ്റെ ഭാഗ്യത്തിൻ്റെ കഥകാണ് അന്ന് തുറന്നത് എന്ന് അദ്ദേഹത്തോട് പറയുമായിരുന്നത്രേ. ചിത്രത്തിൻ്റെ ചിത്രീകരണം പുരോഗമിക്കുമ്പോഴാണ് മറ്റൊരാശയം സംവിധായകൻ്റെ മനസ്സിൽ ഉദിച്ചത്. ചിത്രത്തിൽ ഒരു താരാട്ടുപാട്ട് കൂടി ഉൾപ്പെടുത്തിയാലോ എന്ന ചിന്ത. പെട്ടെന്ന് തന്നെ അഭയദേവ് ആ താരാട്ടുപാട്ട് എഴുതി. അപ്പോഴും അതാര് ചിട്ടപ്പെടുത്തണം എന്ന ആശയക്കുഴപ്പമുണ്ടായി. അഭയദേവ് ശക്തിയുക്തം ദക്ഷിണാമൂർത്തിയെ തന്നെ വരുത്തി അത് ചിട്ടപ്പെടുത്തിക്കണം എന്ന് ആവശ്യപ്പെട്ടു. എല്ലാവരും അത് അംഗീകരിച്ചു. വീണ്ടും ദക്ഷിണാമൂർത്തി അവിടെ എത്തുകയും ആ താരാട്ടുപാട്ട് അമ്മതൻ പ്രേമ സൗഭാഗ്യത്തിടമ്പേ ഉമ്മ നൽകിയിടാം ആനന്ദ കാമ്പേ എന്ന അതിമനോഹരമായ താരാട്ടുപാട്ട് പി ലീലയെ കൊണ്ട് അദ്ദേഹം പാടി ശബ്ദലേഖനം ചെയ്യുകയുമുണ്ട്. ഇത് ഒരുപക്ഷെ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ പ്രഥമ ഗാനമാണ്. നേരത്തെ അദ്ദേഹം ചിട്ടപ്പെടുത്തിയത് ശ്ലോകമായിരുന്നല്ലോ. അദ്ദേഹത്തിൻ്റെ ചലച്ചിത്രത്തിലെ പ്രഥമ ഗാനം എന്ന് പരിഗണിക്കും. ഇത് തന്നെയാണ് മലയാളത്തിലെ ആദ്യത്തെ താരാട്ടുപാട്ട്. അക്കാലത്തെ ഗാനരചനയുടെ അനുഭവം അഭയദേവ് എന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ പറയുക മാത്രമല്ല, 14 പുറങ്ങളിലായി അദ്ദേഹം അത് എനിക്ക് കുറിച്ചു തരികയും ചെയ്തു. 1992 ജനുവരി 21 തീയതി വച്ച് കുറിച്ച കടലാസുകൾ എൻ്റെ കൈകളിൽ ഇപ്പോഴും ഭദ്രമായി ഞാൻ സൂക്ഷിക്കുന്നു. അവ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നിധിയാണ്. കെ വി കോശി ഗാനരചനയിൽ പലപ്പോഴും ഇടപെടും എന്നായിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞതും ഇതിൽ എഴുതി തന്നതും. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കാവ്യഭംഗിയുള്ള പദങ്ങളോട് ഒരു തരം വിരക്തിയായിരുന്നു. ഈ താരാട്ടിൽ തന്നെ ഏതോ ഒരു വാക്ക് അവിടെ നിന്ന അദ്ദേഹത്തിൻ്റെ വീട്ടുജോലിക്കാരനോട് ചോദിച്ചിട്ട് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നിനക്കറിയാമോ എന്ന് ചോദിച്ചപ്പോൾ ആ വേലക്കാരൻ അക്ഷരാഭ്യാസം ഇല്ലാത്തത് കൊണ്ട് കൈമലർത്തി കാണിച്ചു. ഉടനെ കെ വി കോശി അഭയദേവനോട് പറഞ്ഞു, കണ്ടില്ലേ, അവൻ സാധാരണക്കാരിൽ സാധാരണക്കാരനാണ്, അവന് പോലും നിങ്ങളുടെ പാട്ടിൻ്റെ അർത്ഥം മനസ്സിലാവുന്നില്ല. അങ്ങനെയുള്ള വാക്കുകൾ കൊണ്ട് പാട്ടുകൾ സൃഷ്ടിച്ചാൽ ആരാണത് കേൾക്കുക, ആരാണ് എൻ്റെ പൈസ തിരിച്ചു തരിക എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള സാധാരണക്കാരാണ് ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ കയറി എൻ്റെ മുടക്കു മുതൽ തിരിച്ചു തരുന്നത്. അതുകൊണ്ട് ഒരു സാഹിത്യവും പാട്ടുകളിൽ വേണ്ട. അപ്പം ധാരാളം നല്ല വരികൾ പലപ്പോഴും മനസ്സില്ലാ മനസ്സോടെ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട്, സത്യത്തിൽ കണ്ണു നിറഞ്ഞു പോയിട്ടുണ്ട് എന്നൊക്കെ അഭയദേവ് സാറ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അഭയദേവ് എന്ന പേര് അദ്ദേഹത്തിന് ലഭിച്ചത് എങ്ങനെയാണെന്നറിയണ്ടേ. 1913 ജൂൺ 25 പള്ളത്ത് കരിമാലിൽ കേശവപിള്ളയുടെയും കല്യാണിയമ്മയുടെയും മകനായി ജനിച്ച അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് കെ അയ്യപ്പൻ പിള്ള എന്നാണ്. 25-ാമത്തെ വയസ്സിൽ ആര്യസമാജത്തിൽ ചേർന്നതോടെയാണ് അദ്ദേഹം തൻ്റെ ശരിയായ പേരുപേക്ഷിച്ച് അഭയദേവ് എന്ന പേരിലേക്ക് മാറിയത്. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രവർത്തിച്ചിരുന്ന ഒന്നാണ് ആര്യസമാജം. അക്കാലത്തെ ചില ചെറുപ്പക്കാർ അതിൽ ആകൃഷ്ടരായി അതിൽ ചേരുകയുണ്ടായി. അങ്ങനെയാണ് അഭയദേവും അതുപോലെ തന്നെ പ്രമുഖ നോവലിസ്റ്റായ കേശവദേവുമൊക്കെ ആര്യസമാജത്തിലേക്ക് വന്നത്. തുടക്കകാലത്ത് അയ്യപ്പൻ പിള്ള എന്ന പേരായിരുന്നു അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. ആ പേരിലായിരുന്നു പലതും അദ്ദേഹം എഴുതിയിരുന്നതും. ചലച്ചിത്ര ഗാനരചയിതാവ്, ഹിന്ദി പണ്ഡിതൻ, മറ്റു കൃതികളുടെ എഴുത്തുകാരൻ എന്നീ നിലകളിൽ അദ്ദേഹം പിൽക്കാലത്ത് പ്രശസ്തനായി. എടുത്തു പറയേണ്ട ഒരു കാര്യം, മലയാളത്തിൽ ഹിന്ദി മലയാളം നിഘണ്ടു തയ്യാറാക്കിയ വ്യക്തി അദ്ദേഹമാണ്. ഏക് താര, ഭൂമി കന്യാസീത, ഗുരുപൂജ തുടങ്ങിയ കൃതികളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഗായകൻ അമ്പിളിക്കുട്ടൻ അദ്ദേഹത്തിൻ്റെ ചെറുമകനാണ്. പിന്നീട് അദ്ദേഹം ഗാനരചന 1-2 ചിത്രങ്ങൾക്ക് നിർവഹിച്ചെങ്കിലും അദ്ദേഹത്തെ ഒരു ഗാനരചയിതാവ് എന്ന നിലയിൽ ഏറെ പ്രശസ്തനാക്കി മാറ്റിയത് ജീവിത നൗക എന്ന ചിത്രമാണ്. ഹിന്ദി നന്നേ വശമായിരുന്നത് കൊണ്ട് അന്യഭാഷാ ഗാനങ്ങൾ കേട്ടിട്ട് അവയ്ക്കൊപ്പം മലയാളം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ആനത്തലയോളം വെണ്ണ തരാമട, ആനന്ദ ശ്രീകൃഷ്ണ വാമുറുക്ക് എന്ന പഴയ പാട്ട്, അതിനെ അദ്ദേഹം പൊടിതട്ടിയെടുത്ത് ഒന്ന് തേച്ചു മിനുക്കി ഈ ജീവിത നൗക എന്ന
സിനിമയിൽ അവതരിപ്പിക്കുകയുണ്ടായി. സെബാസ്റ്റ്യൻ കുഞ്ഞു കുഞ്ഞു ഭാഗവതരും ആലപ്പുഴ പുഷ്പവും ചേർന്ന് പാടിയ ആ പാട്ട് ആ സിനിമ ഇറങ്ങിയ കാലത്ത് ഏറെ ജനകീയമായി മാറി. ആ സിനിമയിൽ ഏറ്റവും ജനകീയമായി മാറിയ പാട്ട് അതാണ്. ജീവിത നൗക വരുന്നത് 1951 മെഹബൂബിൻ്റെ പ്രഥമ ചിത്രം കൂടിയാണ് ജീവിത നൗക. അദ്ദേഹം പാടിയ അകാലേ ആരും കൈവിടും നീതാനേ നിൻ സഹായം എന്ന അഭയദേവ് എഴുതിയ പാട്ട് 1949 ദില്ലഗി എന്ന ഹിന്ദി സിനിമയിലെ സുഹാനി രാത്ത് ഡൽ ചുകി എന്ന പാട്ടിൻ്റെ അനുകരണമാണ്. അത് നൗഷാദും മുഹമ്മദ് റഫിയും ചേർന്നൊരുക്കിയ പാട്ടാണ്. ആ പാട്ടിൻ്റെ അനുകരണമെന്ന് തോന്നാത്ത തരത്തിൽ മെഹബൂബ് ആ പാട്ട് പാടുകയും ചെയ്തു. ഒരു കാര്യം പറയാം, ജീവിത നൗക എന്ന ചിത്രം വൻ വിജയം നേടി. അതിൻ്റെ പ്രദർശന വിജയത്തിൻ്റെ റെക്കോർഡ് എത്രയോ വർഷങ്ങൾക്ക് ശേഷം പ്രിയദർശൻ്റെ ചിത്രം എന്ന പടമാണ് ഭേദിച്ചത്. ഇതൊക്കെയാണെങ്കിലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അഭയദേവനെ ഓർക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് അദ്ദേഹത്തിൻ്റെ താരാട്ട് പാട്ടുകളാണ്. അദ്ദേഹത്തിൻ്റെ പേരിനോടൊപ്പം ചേർത്ത് പറയാവുന്ന ആ പാട്ടുകൾ. പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പൂം പൈതലേ, കേട്ടു നീ ഉറങ്ങൻ കരളിൻ്റെ കാതലേ എന്ന സീതയിലെ പാട്ട് ബി ദക്ഷിണാമൂർത്തിയുടെ സംഗീതത്തിൽ പി സുശീല പ്രഥമ ഗാനമായി പാടിയതാണ്. എന്ന് പറഞ്ഞാൽ പി സുശീലയുടെ ആദ്യത്തെ മലയാള ഗാനമാണത്. അതിൽ കരളിൻ്റെ കാതലേ എന്നൊക്കെയുള്ള പ്രയോഗം അഭയദേവിൻ്റെ കവിത്വസിദ്ധിയെ വെളിപ്പെടുത്താൻ പോകുന്നതാണ്. സ്നേഹസീമ എന്ന സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം മറ്റൊരു താരാട്ടും എഴുതിയിട്ടുണ്ട്. ഈ രണ്ട് താരാട്ടുകളും വളരെ വളരെ ജനകീയമാണ്. കണ്ണും പൂട്ടി ഉറങ്ങുക നീയൻ കണ്ണേ പൊന്നാര പൊന്നുമകളെ എന്ന പാട്ട്. അതും ദക്ഷിണാമൂർത്തി സ്വാമി തന്നെയാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. എം രാജയും പി ലീലയും ചേർന്നാണ് ആലപിച്ചിരിക്കുന്നത്. അതിൽ ഓമനക്കണ്ണുകൾ ചിമ്മുന്നു കൺമണി ഓടിപ്പോ കാറ്റേ നീ ഒച്ച വയ്ക്കാതെ എന്നൊക്കെ ആ അച്ഛനും അമ്മയും കൂടെ ഇരുന്ന് കുഞ്ഞിനെ താരാട്ടി ഉറക്കുകയാണ്. അപ്പോൾ ആ കാറ്റിൻ്റെ ഒച്ച പോലും അവർക്ക് സഹിക്കുന്നില്ല, തൻ്റെ കുഞ്ഞുണരുമെന്നുള്ള അങ്ങനെയൊക്കെയുള്ള വളരെ എന്താ പറയുന്ന ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ചാണ് അദ്ദേഹം ഈ താരാട്ട് പാട്ട് എഴുതിയിരിക്കുന്നത്. താരണി തൂമുഖം സൂക്ഷിച്ചു നോക്കിയൻ തങ്കക്കുടത്തിനെ കണ്ണുവയ്ക്കാതെ എന്നും ഒരു അമ്മയുടെ ആ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ കുഞ്ഞിനോടുള്ള സ്നേഹം, മാതൃസ്നേഹം വെളിപ്പെടുത്തുന്ന തരത്തിൽ എഴുതാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. 60-ലേറെ ചിത്രങ്ങൾ, 450-ഓളം ഗാനങ്ങൾ, അതാണ് അഭയദേവിൻ്റെ തൂലികയിൽ നിന്ന് നമുക്ക് ലഭിച്ചത്. പലതരം ഗാനങ്ങൾ അദ്ദേഹം എഴുതി. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് പ്രിയമാനസ നീവ പ്രേമമോഹന ദേവ എന്ന ചിലമ്പുലിയിലെ പാട്ട്. ദക്ഷിണാമൂർത്തി ചിട്ടപ്പെടുത്തി പി ലീല പാടിയ പാട്ട്. വീടിന് പൊന്മണി വിളക്കു നീ തറവാടിനു നിധി നീ കുടുംബിനി എന്ന കുടുംബിനിയിലെ പാട്ട്. LPR വർമ്മയാണ് അതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. സിവോ ആൻഡോ ആണ് അത് പാടിയിരിക്കുന്നത്. സിവോ ആൻഡോ നർമ്മരസം തുളുമ്പുന്ന പാട്ടുകൾ പാടുന്നതിലാണ് മുന്നിട്ട് നിന്നത്. പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയ അപൂർവം അല്ലാത്ത പാട്ടുകളിൽ ഒന്നെന്ന് മാത്രമല്ല വളരെ ശ്രദ്ധേയമായ ഒരു പാട്ടാണ് വീടിന് പൊന്മണി വിളക്കു നീ തറവാടിനു നിധി നീ കുടുംബിനി. ആ കുടുംബിനി എന്ന ചിത്രമാണ്. അപ്പോൾ കുടുംബിനിയെ വാക്കുകൾ കൊണ്ട് പുകഴ്ത്തുന്ന ഇതാണ്. തൻ സുഖമെല്ലാം അന്യർക്കായി ത്യാഗം ചെയ്യും മനസ്സിനി എന്നൊക്കെ അതിനകത്ത് അഭയദേവിൻ്റെ വരികളുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പാട്ട് ജ്ഞാനസുന്ദരിക്ക് വേണ്ടി അദ്ദേഹം എഴുതി. പനിനീർ മലരിന് ഒരു ഇതൾ കൊഴിഞ്ഞാൽ കാന്തി കുറഞ്ഞിടുമോ എന്ന ചോദ്യരൂപേണയുള്ള ഒരു പാട്ട്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കവിത്വം വെളിപ്പെടുത്താൻ പോകുന്ന പാട്ടുകളായി എനിക്ക് തോന്നുന്നു. ഹാസ്യഗാനങ്ങൾ എഴുതുന്നതിലും അദ്ദേഹം മുന്നിട്ടുണ്ട്. വിരലൊന്നില്ലെങ്കിലും വീരനല്ലെങ്കിലും ഭർത്താവ് നിങ്ങൾ മതി എന്ന വേലിത്തൊമ്പി തളവിലെ പാട്ടാണ് പെട്ടെന്ന് ഓർമ്മ വരിക. KP ഉദയഭാനുവും AP കോമളയും ചേർന്ന് പാടിയ ഗാനമാണത്. ഒരു വൈദ്യരായി ചമഞ്ഞുകൊണ്ട് നഗരാതി എണ്ണയുണ്ട് സഹചരാതി കുഴമ്പുണ്ട് എന്ന് ദേവാലയം എന്ന ചിത്രത്തിന് വേണ്ടി അദ്ദേഹം എഴുതിയ പാട്ട് ചിട്ടപ്പെടുത്തിയതും പാടിയതും വി ദക്ഷിണാമൂർത്തിയാണ്. കടമറ്റത്തച്ഛൻ എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം അവസാനമായി ഗാനരചന നിർവഹിച്ചത്. വർഷങ്ങൾക്ക് മുമ്പാണത്. നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസ് മലയാളത്തിൽ ആദ്യമായി പാടിയത് കാൽപ്പാടുകൾ എന്ന ചിത്രമാണ്. അതിലെ ജാതിഭേദം മതദ്വേഷം എന്ന ശ്രീനാരായണ ഗുരുദേവന്റെ ഒരു ശ്ലോകമാണ് അദ്ദേഹം പാടിയത്.
അതിലെ തന്നെ അറ്റൻഷൻ പെണ്ണ് എന്ന പാട്ട് ശാന്താപ്പി നായരുമായി ചേർന്ന് യുഗ്മഗാനമായും പാടി. ആ കാലത്ത്, അതായത് അതേ വർഷം തന്നെ, യേശുദാസിൻ്റെ പിതാവ് അഗസ്റ്റിൻ ജോസഫ് അഭയദേവന് കൊടുക്കാനായി ഒരു കത്തെഴുതി തൻ്റെ മകനെ ഏൽപ്പിക്കുകയും ഏതെങ്കിലുമൊക്കെ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണമെന്ന ഉള്ളടക്കമായിരുന്നു ആ കത്തിനുണ്ടായിരുന്നത്. ആ കത്തുമായി എത്തിയപ്പോൾ അഭയദേവ് ശാന്തി നിവാസ് എന്ന ഒരു ഡബ്ബിംഗ് ചിത്രത്തിൻ്റെ പണിപ്പുരയിലായിരുന്നു. അതിൻ്റെ സംഭാഷണമൊക്കെ എഴുതുന്നത് അദ്ദേഹമായിരുന്നു, പാട്ടുകളും എഴുതുന്നത് അദ്ദേഹമായിരുന്നു. ഒരു മൊഴിമാറ്റ ചിത്രം. ഘണ്ടശാലയായിരുന്നു അതിൻ്റെ സംഗീത സംവിധായകൻ. എന്തായാലും യേശുദാസിന് 3 പാട്ടുകൾ അതിനകത്ത് പാടിക്കാൻ അഭയദേവന് സാധിച്ചു. ആവുന്നത്ര തുഴഞ്ഞു, ധൈര്യവും അശേഷം മാഞ്ഞു എന്ന ഒരു പാട്ട്, അത് അദ്ദേഹം തനിയെ പാടി. കം 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 ശങ്കിച്ചു നിൽക്കാതെ നീ എന്ന പാട്ട് ജിക്കിയുമായി ചേർന്ന് പാടി. വിശ്വാസമർപ്പിച്ച പുരുഷൻ്റെ എന്ന 3ാമത്തെ പാട്ടും യേശുദാസ് തനിയെ പാടി. പക്ഷേ ഡബ്ബിംഗ് ചിത്രമായതുകൊണ്ടാവണം ആ പാട്ടുകളൊന്നും മലയാളത്തിൽ അധികം നമ്മൾ കേട്ടിട്ടില്ല. യേശുദാസിൻ്റെ പേരിൽ അത് വന്നിട്ടുമില്ല. ബഹുഭാഷാ പണ്ഡിതനായിരുന്നതിനാൽ മൊഴിമാറ്റ ചിത്രങ്ങൾക്ക് സംഭാഷണം രചിക്കാൻ ധാരാളം അവസരങ്ങൾ അഭയദേവിന് വന്നു ചേർന്നു. 90-ലേറെ ചിത്രങ്ങൾ അക്കൂട്ടത്തിൽപ്പെടും. ശങ്കരാഭരണമാണ് അതിലേറെ ശ്രദ്ധിക്കപ്പെട്ട ചിത്രം. 1995 സമഗ്ര സംഭാവനയ്ക്കുള്ള JC ദാനിയൽ പുരസ്കാരം നൽകി കേരള സർക്കാർ അദ്ദേഹത്തെ ആദരിച്ചു. കോട്ടയത്തെ ശ്രുതി മ്യൂസിക് ക്ലബ്ബ് അദ്ദേഹത്തെ അനുമോദിക്കാനായി അക്കാലത്ത് ഒരു യോഗം വിളിച്ചുകൂട്ടി. ആ അനുമോദന സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ പാട്ടുകളെക്കുറിച്ച് സംസാരിക്കാൻ എനിക്കും അവസരം കിട്ടി. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ തന്നെ പാട്ടുകൾ എന്ന പുസ്തകം SPCS സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം പുറത്തിറക്കുകയുണ്ടായി. MK മാധവൻ നായർ, ശങ്കരൻകുട്ടി, CR ഓമനക്കുട്ടൻ എന്നിവരുടെ ശ്രമഫലമായിട്ടാണ് ആ പുസ്തകം പുറത്തു വന്നത്. അദ്ദേഹം എഴുതിയ ഏതാണ്ട് എല്ലാ പാട്ടുകളും അതിനകത്ത് ഉൾക്കൊള്ളുന്നുണ്ട്. ആ കൃതി വളരെ സ്നേഹത്തോടുകൂടി അദ്ദേഹം എനിക്ക് തരികയുണ്ടായി. 1970 അദ്ദേഹം പത്രാധിപ സമിതിയുടെ ചെയർമാനായി മലയാള സിനിമ ഡയറക്ടറി ഇറക്കുകയുണ്ടായി. 1938 വന്ന ബാലൻ മുതൽ 1970 ഏറ്റവും ഒടുവിൽ വന്ന അരനാഴിക നേരം വരെയുള്ള ചിത്രങ്ങളുടെ പൂർണ്ണ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന സാമാന്യം വലിപ്പമുള്ളൊരു കൃതിയാണത്. ആ കൃതിയും അദ്ദേഹം തന്നെയാണ് എനിക്ക് സമ്മാനിച്ചത്. 2000 ജൂലൈ 26 അഭയദേവ് 87ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് യാത്ര പറഞ്ഞത്. അദ്ദേഹം മലയാള സിനിമയ്ക്ക് നൽകിയ നിസ്തുല സംഭാവനകൾ പലതാണ്. ധാരാളം ചലച്ചിത്രകാരന്മാരെ അദ്ദേഹത്തിന് അടുത്ത് പരിചയമുണ്ടായിരുന്നു. എല്ലാവരോടും വളരെ നന്നായി പെരുമാറുന്ന ആളുകൂടിയായിരുന്നു അദ്ദേഹം. മലയാള ഗാനങ്ങളുടെ ആദ്യകാല ശില്പിക്ക് എൻ്റെ ആദരാഞ്ജലികൾ.